ദിലീപിനെ പോലെ പറഞ്ഞിട്ടുണ്ട്. അത് ഇടയ്ക്കൊക്കെ ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ടെന്നുള്ള ശിഷ്യന്മാർ പറയാറുണ്ട്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ചായ ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ ചായ ആയിരിക്കും ദിലീപിനും ഉണ്ടാവുക. അങ്ങനെ ഒരു യോഗം ഉണ്ടാവും ചിലപ്പോൾ അദ്ദേഹത്തിന്. എന്നാലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഡയറ്റ് എന്തെങ്കിലും പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഞങ്ങൾ സ്വതവേ ഞങ്ങളുടെ ഭക്ഷണ രീതി എന്ന് വെച്ചാൽ കാലത്ത് ഭക്ഷണം കഴിക്കും. അതെന്ന് വെച്ചാൽ 2 ദോശ എന്തെങ്കിലും, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുവരെ ഫ്രൂട്ട്സ് ആയിരുന്നു, ഇപ്പോൾ അത് പറ്റില്ല എന്നുകൊണ്ട് 2 ദോശ എന്തെങ്കിലും കഴിക്കും. വൈകിട്ട് ഒരു സന്ധ്യയ്ക്ക് മുമ്പ് വെച്ചാൽ ഒരു 3:30-4 മണിയോട് കൂട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം വെച്ചാൽ ചോറോ കറിയോ സാധാരണ നിങ്ങളൊക്കെ കഴിക്കുന്നതിന് അത് കഴിക്കും. അല്ലാതെ സ്കിന്നിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഇതിന് ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇതെന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ ഇവിടേക്ക് പൊള്ളിയ പാട്ട്, ആസിഡ് പൊള്ളിയ പാട്ടിൻ്റെ ചെവിടെ ഒരു കഷ്ണം പോയിട്ടുണ്ടേ, മറിച്ച് അത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ പൗഡർ ഉപയോഗിക്കും, ഞാനും പൗഡർ ഉപയോഗിക്കും, നിങ്ങൾ ഫേസ് ക്രീം ഉപയോഗിക്കും, ഞാനും ക്രീം ഉപയോഗിക്കും. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് സോപ്പോ ഇതൊന്നും എനിക്കില്ല. കാരണം എൻ്റെ ശരീരം ഇങ്ങനെ കാണുന്ന പോലെ ഉള്ളിൽ പോയി കഴിഞ്ഞത് ഫുള്ള് ആസിഡ് പൊള്ളിയ പാടാണ്. ഇവിടെയൊക്കെ എനിക്ക് പാടുകളാണ്. അപ്പോൾ ഈ മുഖത്ത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കണ്ടറിയില്ല. പക്ഷെ മറിച്ച് എൻ്റെ ശരീരം മുഴുവൻ ഈ നാട്ടിലെ ജാതി വിവേചന ബോധമുള്ള ആളുകളുടെ മനസ്സിൻ്റെ അടയാളമാണ് എൻ്റെ മുഖത്ത്. അപ്പോൾ നിങ്ങൾ തമാശയ്ക്കും പറ്റും, ആകെയാണല്ലോ നിങ്ങളായാലും തമാശയ്ക്കും ശരിയായിട്ട് എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അത് ഈ നാട്ടിലെ ആളുകളുടെ നല്ല രീതിയിലാണെങ്കിൽ ഓക്കെ, അല്ല എന്നുണ്ടെങ്കിൽ ആ ആസിഡിൻ്റെ ഒഴിച്ച ആളുടെ മനസ്സിനേക്കാൾ നിന്ദ്യമായിട്ടുള്ള നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ തോന്നലാണ്. പക്ഷേ ആ പീഡനങ്ങളൊക്കെ ഇനി ആവാം. അതൊക്കെ നിങ്ങളുടെ രീതിയാണ്, നമുക്കൊരു വിരോധമില്ല. നമ്മളപ്പോഴും അവിടെയാണ് ചണ്ടാള ആത്മീയാചാര്യനാണ് എന്താണ്, എനിക്ക് ഒഴിച്ചവനോടും ദേഷ്യമില്ല, ആരോടും എനിക്ക് ഒറ്റ ചോദ്യമുള്ളൂ. അയാളോട് എനിക്ക് ചോദിക്കില്ല, എന്തിന് എന്നെ ഇങ്ങനെ ചെയ്തു, ഇതിന് ഉത്തരം കിട്ടിയാൽ എന്തിനു ചെയ്തു, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. ഞാനൊരു ജനതയ്ക്ക് വേണ്ടിയിട്ട് അവർക്കറിയില്ല അവർ ഇന്നും അടിമയാണെന്ന്. അതിനെക്കുറിച്ച് എൻ്റെ അറിവ് നേടിയോണ്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ പറയാൻ വേണ്ടിയിട്ട്, അത് പറയണ നേരത്ത് ഉപദ്രവിക്കണമെന്നെങ്കിലേ അവരുടെ തുടങ്ങാം.